ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഓ, നമ്മുടെ റാസ്റ്റല്ലേ പുലി ചാടിയായിരുന്നു. ഇല്ല, രാത്രിയില്ല. നമ്മളിപ്പോ ഇതൊന്ന് കഴിച്ച് നമ്മുടെ ഹെൽത്ത് ഒക്കെ ഫുള്ളാക്കാൻ നോക്കിയിട്ട് നമുക്കങ്ങ് പോവാം ഗൈസ്. ഇത് ഇവിടെ ചേട്ടൻ ഇന്ന് ചെലക്കുന്നതാണ്. നമ്മളുള്ള സാധനം മൊത്തം എന്റെ കൈ കിട്ടും. നമുക്കിതെല്ലാം എടുക്കാം. നമ്മുടെ ഒരു സാധനം കൈ കയറിയോ? ഞാൻ ഫർണസ് കൈ കയറിയാമോ? ഒരു സ്പേസും കൂടെ ഉണ്ട്, അതിൽ ഇത് കയറ്റാം. പെട്ടി ആദ്യം രാത്രിയായി. നിനക്ക് ആകെ ശരിക്കും ഡയറക്റ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് വെക്കും. മട്ടൻ നീ തിന്നോടെ. നീ മട്ടനൊക്കെ തിന്നാത്തൊരു ഒരടി വെച്ച് കൊടുക്കുക. ഭയങ്കര കൂടിയതാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് തിരിച്ച് കേൾക്കാം. ഇതൊരു സംശയമുണ്ട്. നമ്മളെന്തായാലും ഈ മരം അങ്ങ് വെട്ടിട്ട് പോകും. കുറെ മരം കയ്യിരിപ്പുണ്ട്. എന്നാൽ ആവശ്യം വന്നാലും ആവശ്യം എപ്പോഴാ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അയ്യോ, ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടുത്തെ ഒരു വീടങ്ങ് പറഞ്ഞാല് വീടങ്ങ് പണി തുടങ്ങാൻ തന്നെ പണിയുന്നു. കുറച്ചുകൂടെ കേറി മണ്ടയ്ക്ക് നല്ല സ്പോട്ട് പറയാം. ഇതൊരു കാട്, വൻ കാട്. വൻ കാട്ടിൽ നിൽക്കുന്നതല്ല. ഇതൊന്ന് കേറണല്ലോ. ഇതിപ്പോ എന്താ ചെയ്യാ? അതെ, കേറ്. ഓക്കെ ഇപ്പൊ ചത്തന ഗൈസ്. നമുക്ക് ഇവിടെ മണ്ടക്കായിട്ട് വിളിച്ചാലോ? എന്തോ ഇവിടെ ഇത് കാണുന്നില്ല. ബാക്കി മൊത്തം കടലാണ് കേസ്. അങ്ങോട്ട് ഒന്നാതെ ഇവിടെ നോക്കി തീരെയില്ല. ഓ ഇവിടൊക്കെ നിക്കാൻ പറ്റുമോന്ന് തന്നെ എനിക്കൊരു സംശയമാണ് ഗൈസ്. മണ്ടക്കേറാം. ഇവിടെ ആയിട്ട് നമുക്ക് വീട് വെക്കാം. ഇതാവുമ്പോ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ആയിട്ട് തന്നെ വീട് വെക്കാം. കുറച്ച് വലിയ വീടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വലിയ വീട് തന്നെ വെക്കാൻ സാധിക്കും ഗൈസ്. അത് ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒന്ന് നിരപ്പാം. ഇവിടെ മഡില്ലാത്തടത്ത് എല്ലാം കൂടെ
മഡ് വെച്ച് വരയ്ക്കണം ഗൈസ്. മാത്രമേ നമുക്ക് ഇത് വെക്കാനെ കൊണ്ട് സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ കുറെ മഡ് നടക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് രണ്ടിനെയാക്കാം ഗൈസ്. കൊക്കയാണ് കഴിച്ചില്ല താഴെ. കൊക്ക നിങ്ങളെ ചതിക്കില്ലേ. നമുക്ക് ഇവിടെ ഈ മലമുകളിലായോണ്ട് നമുക്കെല്ലാം കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ഔട്ട്ലൈൻ ഫിനിഷ് ആക്കാം. കുറച്ചുകൂടെ വുഡ് ഉണ്ടോ? വേറെ വുഡ് നമ്മുടെ ഇരിപ്പുണ്ട്, പക്ഷെ 64 തീർക്കണ്ടാലോ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സാറില്ല അടുത്തേക്ക് നമുക്ക് ഈ ഒരു സാധനം എടുക്കാം. അല്ല, ഇത്ര നേരം കിട്ടും. ഓക്കെ ഗൈസ്, നമ്മളെ ഒരു ഔട്ട്ലൈൻ ഫിനിഷ് ഉണ്ട്. നമ്മള് എന്തായാലും ബെഡ് ഒക്കെ വെച്ച് ഉറങ്ങാം ഗൈസ്. രാത്രി ആയില്ല, സന്ധ്യയായി. കിടന്നുറങ്ങിയില്ലെങ്കിൽ നമുക്ക് കിടന്നു. ഓ, ശിവൻ കടന്ന്. ഇത് നമുക്ക് 4 നില വീട് നോക്കാം ഗൈസ്. 4 നില 2 നില. ഓ, എനിക്ക് കണ്ടിട്ടൊരു വീട് ഫോൺ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ചാവാതിരിക്കാൻ. ചത്തു കഴിഞ്ഞാലും തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് ഇപ്പോഴത്തേക്ക് കൂടായിട്ട് ജസ്റ്റ് വെക്കാം. നമുക്ക് പിന്നീട് ചെസ്റ്റ് റൂം ഉണ്ടാക്കാം. ചെസ്റ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള റൂം മണ്ടയ്ക്ക് ഉണ്ടാകാം. 2 നിലയാണല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ കൂടിയ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെക്കാം. നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണ്ട, സേഫ് അല്ല. ഇങ്ങോട്ടെല്ലാം കൂടെ ഇങ്ങോട്ട് വെക്കട്ടെ. നമുക്ക് എന്നാലും ഗോൾഡ് കിട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. തൊണ്ട എന്താ പോലെ. നമുക്ക് എല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് വെക്കാം. ഓക്കെ ഓക്കെ, ഇനി ഇവിടെ എടുത്ത വന്നതാണ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് കൊടുത്ത് കൈകൊണ്ട് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇരിക്കട്ടെ. നമുക്ക് ചുമ്മാ വെച്ചേക്കുന്ന നമ്മളിങ്ങനെ ഇത് വെക്കുന്നത്. ഇതൊക്കെ ഈ 2 സാധനം ഫുഡും കൂടെ അതിനകത്ത് വെച്ചിട്ട് ഇതും ഒരു കാര്യം ചെയ്യും. ഫുഡ് നമ്മുടെ കയ്യിൽ അപ്പൊ തന്നെ രാത്രി ആയോ വേണ്ടി. അങ്ങനെയൊന്നും പറയല്ലടേ. ഇല്ല, നമുക്ക് ഇപ്പൊ തന്നെ 6 ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമുക്കൊരു ഗോൾഡിന്റെ ജട്ടി ഉണ്ടാക്കാം. ജട്ടിയല്ല, ഷൂസ് ഞാൻ പ്ലാൻ ചെയ്യുന്നു. നമുക്കൊരു വീടൊക്കെ അങ്ങ് വെക്കാം. ഒരു കാര്യം ചെയ്യാം, ഡോർ ഇവിടെ അങ്ങ് പൊളിയാം.
ഡോർ ഇവിടെ അങ്ങ് പൊളിച്ചിട്ട് ഡോറിനകത്ത് ഇവിടെ ഇവിടെ ഇങ്ങനെ ആക്കണം. ഇല്ല ഉണ്ട് നമ്മുടെ കയ്യില് നോടാ ഒരു കാര്യം ചെയ്യാം guys. നമുക്ക് ഈ തടി ഇനിയും കിട്ടത്തില്ല. നമുക്ക് ബാക്കി വേറൊരു തടിയില്ലായിരുന്നു അതെടുക്കാം. നമുക്ക് ഈ തടി വെച്ച് നമുക്ക് ഈ ബാക്കി ഫില്ല് ചെയ്യാം. എന്തോ ഒരു ഈ തടി മാത്രമേ ഉള്ളൂ guys നമ്മുടെ കയ്യില്. മറ്റേ തടി നമുക്ക് ഇനി കളയാം. ഇവിടെ കൊറേ ഉണ്ടാ. നീ എവിടെ മിണ്ടായി. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു വിചിത്ര വീടായിട്ടുണ്ട്. സാരമില്ല, ആരെന്താ പറയാൻ. നമ്മള് കേട്ടോണ്ട് നിൽക്കും അത് കേട്ടോണ്ടേ നിക്കത്തുള്ളൂ. ആകെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോവാ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെയൊക്കെ നമ്മൾ രണ്ടില് വെക്കാനാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. രണ്ടില് ഇവിടെ സോംബി ഇങ്ങനെ സ്പോൺ ആയാലും നമുക്ക് കൊല്ലാൻ വെച്ച് അവിടെ നമ്മൾ തള്ളിയിട്ടത്. നമ്മുടെ വീട് എന്താ ഇന്നത്തെ വീട് എത്ര ലോങ് ആയാലും നമ്മളെ വീട് തീർക്കാതെ നമ്മളിന്ന് വീഡിയോ കഥം ചെയ്തു എന്നുള്ളത് സത്യം ഞാൻ തരുന്നു. ഒരു ഡോറും കൊണ്ടാക്കി വെച്ചേക്കാം. ഞാൻ വെച്ചോളാടെ പോയി. നമ്മുടെ അങ്ങനത്തെ ഫസ്റ്റ് ഫ്ലോർ ധൃതിയുടെ കഴിയാനെ കൊണ്ട് പോണേണ്. ആഹ്ലാദിപ്പിൻ നമ്മുടെ മണ്ടോഷം അടയണം. കൂടെ എന്തോക്കും ഒരു കാര്യം ഇതെല്ലാം കൂടെ ചവിട്ടിക്കുട്ടി ചൂടാക്കാം. പിന്നാക്കാം. ഇനി ഒരു 3 തടിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അതും തീർന്നിട്ട് ഞാൻ വിചാരിച്ചു എന്റെ അകത്തൊന്നും സൗണ്ട് കേൾക്കുന്നത് ഈ പുറത്ത് കിടന്ന് ജീവി അടയ്ക്കുന്ന വിചാരിച്ചു. ഞാനാണെങ്കിൽ അകത്ത് കിടന്ന് ഈ ഗെയിമിന്റെ അകത്ത് കിടന്ന് ജീവി അലക്കാണ്. നമുക്ക് എന്തോ ഒരു ആർമർ കിട്ടിയിരുന്നല്ലേ. ഉടുപ്പ് കിട്ടിയിരുന്നില്ലേ. സ്ട്രോങ് ഫയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള നമ്മളൊരു കിഡിലെ ആർമർ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ ഈ ജഗർപോട്ടേന്ന് കിട്ടുക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ താഴെ കാണത്തില്ല. നിങ്ങൾ എന്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഇത് എങ്ങനെയാ നമുക്ക് കിട്ടിയ അതില് ഒരു കപ്പലൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് കേറാൻ പറ്റിയില്ല. എന്ത് പറയാനാണ്, ആ കപ്പലിന്റെ അകത്ത് കേറാൻ പറ്റിയില്ല. ഇന്നത്തെ ഈ ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. നമ്മളെ എന്റെ അച്ഛൻ വിളിക്കുന്നു. ഞാനിപ്പോ തരാം. ആണ് താഴെ അല്ലേ.
ഗൈസ് ഇപ്പൊ നമ്മുടെ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ വിളിച്ചതായിരുന്നു. പിന്നെ എന്റെ അപ്പൂപ്പനെ കൂടെ വിളിച്ചപ്പോഴായിരുന്നു പറ്റി. ചത്തന്നാ തോന്നുന്നു. കേറിയിട്ടുണ്ട്. ചാവാതിരുന്ന ചാവത്താലും കുറച്ച് എന്നാലും അവിടെ താഴെ വീണ് ചാവാൻ സാധ്യതയില്ല. ഞാൻ എല്ലായിടത്തും ഒരിടത്ത് വെച്ചോണ്ട് പിന്നെയും കുഴപ്പമില്ല. ഞാനിപ്പോ താഴെ ഒരു സ്ഥലത്തോട്ട് പോവാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്റെ തൊട്ട മുൻപാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു അങ്ങോട്ട് വന്നപ്പോ എന്റെ അച്ഛൻ വിളിച്ചത് ഞാൻ പറഞ്ഞു എന്താ അടിക്കണോ എന്നെ എന്താ അടിക്കണോ നിനക്ക്? അടിക്കാൻ വന്നേക്കുന്നു അത് തന്നെ. അപ്പൊ ഒരു മിനിറ്റ് നമ്മള് ഇവിടെ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. നമ്മളെന്തായാലും വീടിന്റെ ഡോർ അങ്ങ് വെച്ചതല്ലേ. റിച്ച് ഡോർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇത്ര നമുക്ക് മാക്സിമം കൂട്ടാൻ കഴിയത്തില്ല. ഇവിടെ കയറി കുറച്ച് കൂട്ടാം. വീട്ടിൽ കയറിക്കാൻ തുടങ്ങടാ. വീട്ടിൽ കയറി നടക്കണം. എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണം. മണ്ട കുറച്ച് തുറന്നു എന്തോ കയറിയില്ല. ഓക്കെ. അയ്യോ ഇതല്ല മാറിപ്പോയി. നമ്മുടെ പാകയും ഇതായിരുന്നു. നമുക്കൊരു കിടിലം വീടാണ്. പ്രാണിക്കൊക്കെ വെച്ച് അയൺ ഫാം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. വിഷം. ഓക്കെ. അടുത്ത നെക്സ്റ്റ് എന്തോ നീ ഉണ്ടാക്കാനുണ്ടായിരുന്നല്ലോ. എന്താണ് ടോർച്ച് നമ്മൾ കയ്യിൽ കൊണ്ടല്ലോ. എന്തിനാ ടോർച്ച് എടുത്ത് കൊണ്ടൊക്കെ ലൈറ്റ് ആയില്ലേ? വ്യക്തമായില്ലേ? എന്നിട്ടൊരു കുഴി ഒഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ ചെന്നിട്ടാ എന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. ഒന്നും മതിയെന്നാണ് എന്റെ വിശ്വാസം. ഒന്നും കൂടെ ഉണ്ടാക്കി വെച്ചത്. ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ശരി. ഇങ്ങനെ കുടിക്കുക. ഇങ്ങനെ കുടിക്കുക. 3 കുഴി ഇതിൽ കുഴിക്കാം. നമ്മുടെ 3 കുഴി ഇങ്ങനെ കുഴിക്കുക.
എന്നിട്ട് ഇങ്ങനെ 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 നോക്കാം. ഓക്കെ എനിക്കറിയത്തില്ല. നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. ആ അത് ഞാനും നോക്കിയാണ്. ബിസിനസ് നടക്കട്ടെ. ബിസിനസ്സേ അവിടെ ഞാനത് നോക്കിയാണ്. ഒരു വെറൈറ്റി ആയിക്കോളൂല്ലോ. ഈ അണ്ണൻ തീർന്നെന്ന് കൂട്ടിയാ മതി. എന്താ അണ്ണൻ തീർന്നെന്ന് കൂട്ടിയാ മതി. ഓക്കെ അണ്ണ അവിടെ കാണാൻ കിട്ടുകയും ചേരണ്ട. രാവണ്ണ എന്താ വേണമെന്ന് പറഞ്ഞു. അവിടെ കാണാൻ കിട്ടുകയും ചേരും. വെജിറ്റബിൾ അവളെവിടാ ജോലി? ആനന്ദാവില്ലായിരിക്കും. അവിടെ എന്താ അറിയോ പുള്ളി പറഞ്ഞേ പൂരിയുടെ മറ്റേ ഉരുളക്കിഴങ്ങിന്റെ കറിയുണ്ട്. പൂരിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് കറി അതെടുത്ത് വെച്ച് ചെയ്തു തരാം. ഇപ്പൊ അതേ നടക്കത്തുള്ളൂ. ഇങ്ങനൊക്കെ എവിടുന്ന് വരുന്ന അതല്ല രസം. അല്ല അതല്ല രസം. രണ്ടാമത് ഇറങ്ങി പോയെന്ന്. എനിക്ക് രണ്ടാമത് ഓംലേറ്റ് ഉണ്ടോന്ന് അറിയാൻ പോയെന്ന്. അന്യായം തന്നെ. തിരിച്ച് ഇറങ്ങാം. ഓംലേറ്റ് ശരിയണ്ണ. ശരി ചേച്ചി എവിടെ ഓടിക്കുന്ന വണ്ടി? ശരി ശരി ഓക്കെ. എവിടാണോ പഠിക്കുന്നത്? ഇവിടെ വണ്ടി ഇടുന്നു. അതല്ലടേ ചൂടൊക്കെ മാത്രല്ല ആ ജാർ ഉണക്കണ്ടേ നല്ലോണം. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് മഴ പെയ്യും. ഇവിടെ ഉണ്ടായിരുന്നോ ഈ മരം? കാര്യമില്ല, നമുക്ക് ഇത് തന്നെ വിട്ടോ. അഥവാ കുടിവെള്ളം വറുത്ത് വെച്ചേക്കും. ഞാൻ ഉണങ്ങിക്കിട്ട് കുടിക്കത്തുള്ളൂ. പിന്നെന്തോ പിന്നെ തുണിയിട്ടൊന്ന് തുറച്ചാ മതി. അതാ ഞാൻ ഇടുന്നപ്പോ ഇങ്ങനെ ഉണക്കിയൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ ഇറങ്ങി വിട്ട് നേരെ സെൻട്രേഷൻ അങ്ങോട്ടാവും. ഭയങ്കര നോയ്സാണ്. വീട്ടിൽ കയറാൻ പാചകത്തിന് ആരെ വിളിച്ചിട്ടില്ല. പാചകത്തിന് ആരും വിളിച്ചിട്ടില്ല. എന്ത് ചെയ്യാ? ഇത്ര ഉള്ളടാ കണ്ടോടാ ഇത്ര ഉള്ളതല്ലോ. നല്ല രസമുണ്ട് ആൾക്കാർ എല്ലാരും ഇതേ തന്നെ ആകർഷിക്കുന്നത്. വേറെ നമുക്കിപ്പോ ഷീൽഡൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഷീൽഡ് ഉണ്ടാക്കാൻ നോക്കുന്നത്.
ഓക്കെ. ആ കിട്ടി കിട്ടി കിട്ടി. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി സ്ഥിരം വരുന്ന കടയിൽ എവിടാണ് ഞാൻ 2 പ്രാവശ്യം അങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. ഞാൻ 2 പ്രാവശ്യം ബ്രോക്കറി ഇവിടെ ഈ തുണിക്കടയുണ്ട്. എന്റെ കയ്യില് വരണേ. ഇല്ല ചേച്ചി ഓടിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഓടിച്ചോ, ചേച്ചി ഓടിച്ചോ. ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയുള്ള സാധനം കിടക്കും. അവിടെ ഇച്ചിരി കുത്തിത്തിരിക്കാൻ ഇച്ചിരി പാടാ എനിക്ക്. ഇപ്പൊ ഇച്ചിരി കുറച്ചൊക്കെ ഓടിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വെട്ടിപ്പുറത്ത് കടയിലൊക്കെ പോയി. അയ്യോ നമുക്കിതല്ലല്ലോ. അല്ല വേണ്ട. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്. 12 മതിയെന്ന് തോന്നുന്നു. മതിയെന്നാ തോന്നുന്നു. മതിയായിരിക്കും. വീട്ടിൽ അതിക്രമം ചേർന്നു. കൊല്ലണില്ല. വടിയുണ്ടോ? കേറൂ. നീ കേറി കാണിയറോ വെച്ചോക്ക. നീ എന്തുകൂടെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഞാൻ ഈ ഡോറങ്ങ് വിളിച്ചേരാം. നീ കേറുന്നുണ്ടോ? നീ കേറിയോടാ. നീ എന്റെ വീട്ടിൽ കണ്ടാ? ഗൈസ് ഇത് മണ്ടക്കേറി ചത്താ. എന്നെ കാണാനില്ല. നമ്മള് കാണിച്ചോണ്ട് ചത്തെന്ന് തോന്നും. ആത്മഹത്യ ചെയ്ത്. നമ്മള് കൊള്ളണ്ട, അവൻ തന്നെ ചെന്ന് ചാത്താണ് എന്നാണ് ഗൈസ് പറയണത്. ചത്തില്ലേ? നമുക്ക് ഡോറങ്ങ് പൊളിച്ചു വെച്ചേക്കാം. തുറന്നു കാര്യം ഞാൻ മണ്ടക്ക് പെട്ടെന്ന് തന്നെ അടയ്ക്കാം. നമ്മളെന്ത് വെച്ച് നോക്കുന്ന നമുക്ക് വട്ടാൻ തോന്നല്ലോ. ഓക്കെ കൊള്ളാവും ചത്ത്. ഇങ്ങനെ വേണ്ട, എന്തരം കേൾക്കണം. അവിടെ പോലെ ഞാൻ അങ്ങോട്ട് പോവാ. ഇവിടെ കിടന്നാട നല്ല ലെങ്ത് ആവുന്നുണ്ട് ഇന്നത്തെ വീഡിയോക്ക്. എന്താ ചെയ്യാനാന്ന് പറയണേ. ഓക്കെ അത് കുറച്ച് ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് കോഴിപ്പോക്ക. ഓക്കെ ഓക്കെ ഇപ്പൊ ചത്തേനെ ചത്തെങ്കി അടിയിലെങ്ങാണ് സാധനം പോണം. പോയി പറഞ്ഞു തീർന്നില്ല. മുമ്പേ പോയി കിട്ടിയാൽ നമ്മളെ പോലെ സാധനമൊക്കെ പോയാ വേറെ എടുക്കാം. പക്ഷെ നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് വേറെ എടുക്കാം. എവിടെയും കിട്ടില്ല.
ഇപ്പൊ താഴെ കിടന്നേ നമ്മുടെ സർവേയില് ഇന്നത്തോടെ തീർന്നിട്ടേനെ. അവിടെ നിന്നല്ലോ. എവിടെ വേണമെങ്കിലും ബുക്ക്, അവിടെ മാത്രം പോയില്ലല്ലോ. എന്തിനത് പൊട്ടിച്ച്? എന്തോ മനസ്സിലാണ് കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം അകത്ത് കയറാം. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു. ഞാൻ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എനിക്ക് തന്നെ അറിയാം. ഓക്കെ, ലാസ്റ്റ് ബ്ലോക്ക്. നമ്മുടെ വീടിന്റെ ലുക്ക് അങ്ങനെ മാറി, കണ്ടോ? ഓ, നമ്മുടെ ഇതെല്ലാം തീർന്നു. ഓക്കെ, ഓക്കെ. നിൽക്കുന്ന ഇവിടെ നോക്കണം. ഇവിടെ മാത്രം കണ്ടിരിക്കുമ്പോ ഇല്ലാത്തോലെ അങ്ങനെ ഉണ്ട്. ഞാൻ കൂടെ കളയുവാണെങ്കിൽ അല്ല കളയാം, എല്ലാം കൂടെ കളയണ്ട. ഈ മാത്രം ഞാൻ കൊള്ളാല്ലേ, കൊള്ളാക്കില്ല പോലെ. രണ്ടും വീട് റെഡി. രണ്ടാമത്തെ നില കൂടെ പണിയാം. നമ്മുടെ ഇങ്ങനത്തെ ഒരു സർവേയിൽ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. 2 നില വീട് വെക്കാതെ നമ്മളിന്ന് വീഡിയോ നിർത്തണ പ്രശ്നമില്ല. 30 മിനിറ്റായി. 30 മിനിറ്റൊക്കെ എന്ത് ഒരു കാര്യം ചെയ്യാം. ഇത്രയും മിനിറ്റായില്ലേ വീഡിയോ എടുക്കാം. എനിക്കും ബോർഡിങ് ഗൈസ്, അതുകൊണ്ട് മൊത്തം വേണം. എന്തായാലും ഒരു നില വീട് വെച്ചേ, ഒരു നില അടുത്ത പാർട്ടിലായിരിക്കും. 4ാം പാർട്ടിൽ നമ്മുടെ വീട് മൊത്തം തീരുന്നതായിരിക്കും. ഇപ്പൊ ഇതുവരെ ഓക്കെ.